ശിവനെ പൂജിക്കുന്നവർ ശിവൻ്റെ മുഖമല്ല, ശിവൻ്റെ ലിംഗമാണ് ആരാധിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ദക്ഷയാഗ സ്ഥലത്ത് വെച്ച് ജീവത്യാഗം ചെയ്ത സതീദേവിയെ ഓർത്ത് വിരഹാഗ്നിയിൽ വെന്തു നീറി ശിവൻ ഒരു ഭിക്ഷാടകനായി അലയുകയാണ്. ശിവൻ്റെ മനസ്സിളക്കാനായി കാമദേവൻ പൂവമ്പുമായി പുറകെ പോകുന്നുമുണ്ട്. കാമദേവനിൽ നിന്നും രക്ഷപ്പെടാനായി ശിവൻ അലഞ്ഞു തിരിഞ്ഞ് രക്ഷപ്പെട്ട് പോവുകയാണ്. ഇങ്ങനെ അലഞ്ഞലഞ്ഞ് ശിവൻ ദാരുവനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ മഹർഷിമാരും പത്നിമാരുമൊക്കെ ഉണ്ട്. ശിവനിൽ ആകൃഷ്ടരായി മഹർഷി പത്നിമാർ ശിവൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു. മഹർഷി പത്നിമാർക്ക് ശിവനോട് കാമം തോന്നുകയാണ്. ഇതുകണ്ട് കുപിതരായ മുനിമാർ ശിവൻ്റെ ലിംഗം താഴെ വീണു പോകട്ടെ എന്ന് ശപിക്കുകയാണ്. ശിവലിംഗം താഴെ വീഴുന്നു. താഴെ വീണ ലിംഗം ഭൂമിയെ പിളർത്തുന്നു. അവിടെ നിന്നും താഴേക്കെത്തി പാതാളത്തിൽ ചെല്ലുമ്പോൾ അവിടെയും പിളർപ്പുണ്ടാക്കുന്നു. ശിവലിംഗം വീണ് പ്രപഞ്ചം മുഴുവൻ കുലുങ്ങുകയാണ്. താഴെ വീണ ലിംഗത്തെ തിരിച്ചെടുക്കുവാനായി ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ദേവന്മാർ തൻ്റെ ലിംഗത്തെ പൂജിക്കുകയാണെങ്കിൽ മാത്രമേ അത് തിരിച്ചെടുക്കുകയുള്ളൂ എന്ന് ശിവൻ വാശി പിടിക്കുന്നു. വിഷ്ണു ഉൾപ്പെടെയുള്ള ദേവന്മാർ അതിന് സമ്മതിക്കുകയും പിന്നീട് ശിവൻ തൻ്റെ ലിംഗം തിരിച്ചെടുക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ശിവലിംഗത്തെ പൂജിക്കാനിടയായത് എന്നു കഥ.